ഇന്ത്യയൊട്ടാകെ നിരവധി ആരാധകരുള്ള താരമാണ് നടൻ സൂര്യ. കേരളത്തിൽ ഉൾപ്പെടെ വലിയ ഫാൻ ബേസ് ഉള്ള സൂര്യ സാമൂഹിക പ്രവർത്തനങ്ങളിലൊക്കെ സജീവമാണ്. തമിഴ്നാട്ടിലെ ജനങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രതിസന്ധി വന്നാൽ ആദ്യമെത്തുന്ന സഹായഹസ്തം സൂര്യയുടേതാണ്. ജനങ്ങളെ മാത്രമല്ല സഹപ്രവർത്തകരെയും സൂര്യ ചേർത്ത് നിർത്തുന്ന വാർത്തകൾ പലപ്പോഴും പുറത്തു വന്നിട്ടുണ്ട്. അത്തരത്തിൽ തന്നെ സാമ്പത്തികമായി സഹായിച്ച സൂര്യയെക്കുറിച്ച് പറയുകയാണ് സംവിധായകൻ മണി ഭാരതി. സൂര്യയുടെ നേർക്കുനേർ, പൂവെല്ലാം കേട്ടുപാർ തുടങ്ങിയ സിനിമകളിൽ സഹസംവിധായകനായി പ്രവർത്തിച്ച വ്യക്തിയാണ് മണി ഭാരതി. അന്നു മുതലുള്ള സൗഹൃദം തനിക്ക് ഇപ്പോഴും സൂര്യയുമായി ഉണ്ടെന്ന് മണി ഭാരതി പറയുന്നു. ഇപ്പോഴിതാ തനിക്ക് സൂര്യ ചെയ്ത സഹായത്തെപ്പറ്റി തുറന്നു പറഞ്ഞിരിക്കുകയാണ് മണി ഭാരതി. നേർക്കുനേർ കഴിഞ്ഞ ശേഷം ആയിരുന്നു തന്റെ വിവാഹമെന്നും അന്ന് സൂര്യ വീട്ടിലേക്ക് വിളിച്ച് വിരുന്ന് നൽകിയെന്നും സംവിധായകൻ മണി ഭാരതി ഓർക്കുന്നു. സൂര്യ എത്രയോ ഉയരത്തിലെത്തി, എന്നാൽ ഇപ്പോഴും എവിടെ വെച്ച് കണ്ടാലും സംസാരിക്കും. ഭാര്യയെക്കുറിച്ചെല്ലാം ചോദിക്കും. അദ്ദേഹത്തിന്റെ അമ്മ തന്റെ ഭാര്യയ്ക്ക് സാരിയും തനിക്കുള്ള ഡ്രസ്സുകളും സമ്മാനിച്ചിരുന്നു. ഇന്നും എവിടെ വെച്ച് കണ്ടാലും സൂര്യ കുടുംബത്തെക്കുറിച്ച് അന്വേഷിക്കുമെന്നും മണി ഭാരതി പറയുന്നു. ഒരു തമിഴ് മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു സംവിധായകൻ മണി ഭാരതി. തന്റെ മകന്റെ പഠനത്തിനായി സൂര്യ തന്നെ സഹായിച്ചിട്ടുണ്ടെന്നും മണി ഭാരതി പറയുന്നു. 5 വർഷത്തിന് മുൻപ് മണി ഭാരതിയുടെ മകൻ എഞ്ചിനീയറിംഗിന് പഠിക്കുന്ന കാലത്തെ സംഭവമാണ് മണി ഭാരതി പങ്കുവച്ചത്. മകന്റെ അവസാന വർഷത്തെ ഫീസ് അടയ്ക്കാൻ തനിക്ക് സാധിച്ചില്ല എന്നും പറയുന്നുണ്ട്. എല്ലാ വർഷവും 1 ലക്ഷം രൂപ വീതമാണ് കോളേജിൽ ഫീസായി അടയ്ക്കേണ്ടത്. സംവിധായകൻ ലിംഗു സ്വാമിക്കും അന്ന് മോശം സമയമാണ്. അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടെങ്കിൽ തന്നേനെയെന്നും പിന്നീട് ആരോട് ചോദിക്കുമെന്ന് ആലോചിച്ചിരിക്കവെയാണ് സൂര്യയെ സമീപിക്കാമെന്ന് താൻ ഓർത്തതെന്നും മണി ഭാരതി പറയുന്നു. അതുവരെ സൂര്യയോടൊന്നും താൻ ചോദിച്ചിരുന്നില്ല. ഒടുവിൽ മാനേജർ മുഖേന പോയാൽ നടക്കില്ല എന്ന് താൻ മനസ്സിലാക്കിയെന്നും അദ്ദേഹത്തിന്റെ പേഴ്സണൽ നമ്പർ കണ്ടുപിടിച്ച് അതിനുശേഷം ഒരു മെസ്സേജ് അയച്ച് 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ ആൾ വിളിച്ചുവെന്നും മണി ഭാരതി പറയുന്നുണ്ട്. മകന്റെ കോളേജ് വിവരങ്ങൾ അയക്കാൻ തന്നോട് ആവശ്യപ്പെട്ടു. 2 ദിവസം കഴിഞ്ഞ് സൂര്യയുടെ ഓഫീസിൽ നിന്നും വീണ്ടും ഫോൺ കോൾ വന്നു. മകന്റെ ഫീസിനായുള്ള DD റെഡിയാക്കിയിട്ടുണ്ടെന്നും കളക്ട് ചെയ്യണമെന്നുമായിരുന്നു അതെന്നും മണി ഭാരതി ഓർമ്മിക്കുന്നു. ആ സമയത്ത് ബോംബെയിൽ സിനിമാ ഷൂട്ടിലായിരുന്നു സൂര്യ. അത്രയും തിരക്കിലും മറക്കാതെ തനിക്ക് വേണ്ടി സഹായം ചെയ്തു. ഫീസ് അടച്ച ശേഷം സൂര്യക്ക് മെസ്സേജ് അയച്ചുവെന്നും മണി ഭാരതി ഓർമ്മിച്ചു. ഓൾ ദ ബെസ്റ്റ് എന്നും ആർക്കൊക്കെ എന്തൊക്കെ ചെയ്യണമെന്ന് തനിക്ക് അറിയാമെന്നുമായിരുന്നു സൂര്യയുടെ അപ്പോഴത്തെ മറുപടി. സൂര്യയുടെ നല്ല മനസ്സ് തന്നെ ആശ്ചര്യപ്പെടുത്തിയെന്നും മണി ഭാരതി പറയുന്നു. ഇതേ അഭിമുഖത്തിൽ സൂര്യയുടെ ഭാര്യ നടി ജ്യോതികയെ കുറിച്ചും മണി ഭാരതി സംസാരിക്കുന്നുണ്ട്. ജ്യോതികയുടെ ആദ്യ തമിഴ് സിനിമ പൂവെല്ലാം കേട്ടുപാറിനെ കുറിച്ചാണ് മണി ഭാരതി സംസാരിച്ചത്. സംവിധായകൻ വസന്ത് ജ്യോതികയെ വഴക്ക് പറയുമായിരുന്നുവെന്നും നടി സിനിമ ഉപേക്ഷിച്ച് പോകാൻ തുനിഞ്ഞിരുന്നുവെന്നും മണി ഭാരതി ഓർമ്മിച്ചു. അതേസമയം സിനിമയ്ക്കപ്പുറത്തും ഓഫ് സ്ക്രീനിലെ സൂര്യയുടെ പ്രതിച്ഛായയ്ക്ക് അന്നും ഇന്നും ഒരു കോട്ടവും വന്നിട്ടില്ല. സാമൂഹിക പ്രതിബദ്ധതയുള്ള നടനാണ് സൂര്യ എന്ന് ഉദാഹരണങ്ങൾ സഹിതം ആരാധകരും ചൂണ്ടിക്കാട്ടാറുണ്ട്. ഇന്ന് സൂര്യ തിരഞ്ഞെടുക്കുന്ന സിനിമകളിലും സൂര്യയുടെ ഈ മാറ്റം പ്രകടമാണ്. സിനിമയ്ക്ക് പുറമെ നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളും സൂര്യയും കുടുംബവും ചെയ്യുന്നുണ്ട്. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.